കേരള ചരിത്രത്തിൽ ഇപ്പോൾ രണ്ടാം പ്രാവശ്യമാണ് ഒരു ബഡ്ജറ്റിലെ നികുതി പ്രപ്പോസലിനെ കുറിച്ച് അഴിമതി ആരോപണം ഉയരുന്നു. ഇതിനെങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയാതെ പരിങ്ങി നിൽക്കുകയാണ് UDF. എന്താണ് കാര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ കൃഷിക്കാരുണ്ടാക്കുന്ന ലഹരി കുറഞ്ഞ പാനീയങ്ങൾക്ക് കേരളത്തിൽ വിൽക്കാനുള്ള അവസരമുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിൽപ്പന നികുതിയിൽ ഒരു പുതിയ ഇനം മദ്യവും കൂടി ചേർത്തു. ലഹരി കുറഞ്ഞ മദ്യം 20% താഴെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോ ഡിസ്റ്റിലറികൾക്കും എല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കാലോ. അതുകൊണ്ട് അതോടൊപ്പം ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞ് ഒരു ഇനത്തെ കൂടി നിർവചിച്ചു. അത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന പാനീയങ്ങളാണ്, ബിയറും വൈനും അല്ലാത്തത്. അതിനെ നികുതി നിശ്ചയിച്ചുള്ളൂ. ഇത് ചെയ്തപ്പോ സതീശൻ തന്നെ ആക്ഷേപം ഉന്നയിച്ചു. ഇത് ഡിസ്റ്റിലറികൾക്ക് കേരളത്തിൽ അവരുടെ ലഹരി കുറഞ്ഞ പാനീയങ്ങൾ വെക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കാനാണ്, അഴിമതിയാണ് എന്ന്. അന്ന് അസംബ്ലിയിൽ MP രാജേഷിനോട് ചോദിച്ചു എത്ര കിട്ടിയെന്ന്. അതുകൊണ്ട് MP രാജേഷ് ഇപ്പൊ ചോദിച്ചത് എത്ര കിട്ടി. എല്ലാവർക്കും അത് മനസ്സിലായി കാണല്ലോ എന്താ MP രാജേഷ് എത്ര കിട്ടിയെന്ന് ചോദിച്ചത്. നമ്മുടെ ഭരണകാലത്ത് തന്നെ ഈ ബക്കാർഡി കമ്പനിയും കർണാടകയിലെ ഡിസ്റ്റിലറീസും ഇങ്ങനൊരു പുതിയ ഇനം വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇമ്പോർട്ട് ലൈസൻസ് വേണം എന്ന് പറഞ്ഞ് സമീപിച്ചു. അപേക്ഷ തന്നു. GST കമ്മീഷണർ അപേക്ഷ തള്ളി. എന്ത് പറഞ്ഞുകൊണ്ട്? അങ്ങനെ ഇനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നികുതി നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിച്ചത് ഹോർട്ടി വൈന് മാത്രം. ഇപ്പൊ പുതിയ സർക്കാർ വന്നു. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഈ വീര്യം കുറഞ്ഞ ബിയറും വൈനും എല്ലാത്തതിന് നികുതി നിശ്ചയിച്ചു. ഇനി ആരെങ്കിലും ഒരാള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രമേശ് ചെന്നിത്തല ന്യായീകരിച്ചിരിക്കുക. VD സതീശന് ഇത് വലിയൊരു വിമിട്ടമുണ്ടാക്കിയിട്ടുള്ളത് എക്സൈസ് മന്ത്രി എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാൻ അറിയാതെ എങ്ങനെയാണ് എന്റെ വകുപ്പിലെ കാര്യത്തിന് നികുതി നിശ്ചയിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ വക്കാലത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ബഡ്ജറ്റ് രഹസ്യരേഖയല്ലേ, അതുകൊണ്ടാവാം ഒരുപക്ഷെ ലിജുവിനോട് ചോദിക്കാറുന്നത്. രമേശ് ചെന്നിത്തല ഒരു വട്ടമല്ല, അതിന് പലവട്ടം മന്ത്രിയായ ആളല്ലേ. കേരളത്തിലെ നികുതികളെ ധനമന്ത്രി മാത്രമല്ല, ധനമന്ത്രിയാകെ നിർണ്ണയിക്കുന്നത് GSTയും വിൽപ്പന നികുതിയാണ്, അല്ലെങ്കിൽ ലക്ഷറി. അപ്പൊ അതൊന്നുമില്ല, ഇത് രണ്ടെണ്ണോ. ബാക്കി എക്സൈസ് ഉണ്ട്, അത് എക്സൈസ് മന്ത്രിയും വകുപ്പാണ് തീരുമാനിക്കുന്നത്. മോട്ടോർ വാഹന നികുതിയുണ്ട്,
ലാൻഡിന്റെ നികുതിയുണ്ട്, ആ റവന്യൂ വകുപ്പാ. എന്താ ധനമന്ത്രി ചെയ്യാന്നറിയോ? ഫിനാൻസ് സെക്രട്ടറി ഈ വകുപ്പുകളുടെ സെക്രട്ടറിമാരോട് നിങ്ങൾക്ക് വല്ല നിർദ്ദേശമുണ്ടോ? നിങ്ങളുടെ വകുപ്പിൽ നിന്ന് ഇത്ര കൂടി നികുതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, വരുമാനം വേണം. ഇപ്പൊ സെക്രട്ടറിമാരില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ധനമന്ത്രി വിളിച്ച് മറ്റേ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കാം. മന്ത്രിമാരുടെ യോഗം വിളിക്കാറില്ല. പക്ഷെ മന്ത്രിമാരോട് ചർച്ച ചെയ്ത് ആയിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ വി ഡി സതീശന്റെ ധൃതിയില് വകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. രഹസ്യമായതുകൊണ്ടല്ലെന്ന്, ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു കമ്മിറ്റ്മെന്റാണ്, ഇത് കുറച്ചു കൊടുക്കാൻ. ഇങ്ങനെയാണ്. ആദ്യത്തെ ബഡ്ജറ്റാ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും വരും കേട്ടോ പലതും, വിസ്മയങ്ങള്. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ ഒരു കോളേജ് ഉണ്ട്, പോരാ, ഒരെണ്ണം കൂടി വേണം. ഇത് 2015 ഓർഡർ ഇറക്കിയിട്ട് നടപ്പാക്കാൻ പറ്റാതെ പോയ കാര്യമില്ലേ? എന്താ കാരണം? മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നത് സർക്കാരിനും കൂടി ഷെയർ ഉള്ളൊരു കമ്പനി. 26% ഷെയർ സർക്കാരിന്, ബാക്കിയ കമ്പനിക്ക്. സർക്കാരിന്റെ ഷെയറായിട്ട് ഭൂമി എടുത്തു കൊടുത്താൽ മതി. ശരി. പക്ഷേ ആരാ മെഡിക്കൽ കോളേജ് നടത്താ? മെഡിക്കൽ കോളേജ് നടത്താ വെറും സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി. സർക്കാർ ഭൂമി കൊടുക്കണം. അവിടെ മെഡിക്കൽ കോളേജ് പണിത് കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് 99 വർഷത്തേക്ക് സൊസൈറ്റി ഏൽപ്പിച്ചു കൊടുക്കണം.